അപ്പൊ കുറെ നാൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു നമ്മൾ അങ്ങനെ അൺബോക്സിംഗിലോട്ടൊക്കെ പോകുന്നത്. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ബോട്ടിന്റെ TWS Airdopes 131 Pro ആയിരിക്കും നമ്മൾ ഇന്ന് അൺബോക്സ് ഒക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ സമയമൊന്നും നമുക്ക് കളയാതെ വേഗം തന്നെ അൺബോക്സിംഗിലോട്ടൊക്കെ പോവാം. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ 1500 രൂപയ്ക്കാണ് മേടിച്ചിരിക്കുന്നത്. ഇതിന്റെ 3 കളർ വേരിയൻസ് ഉണ്ട്, ബ്ലാക്കും ബ്ലൂവും ഗ്രേയും. ഞാൻ ബ്ലാക്ക് ആണ് ഇവിടെ മേടിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ബോക്സ് ആദ്യം തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ ബോട്ടിന്റെ കേസും ഇതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു കേസിന്റെ ഒരു ഡൗൺ സൈഡ് എന്ന് വെച്ചാൽ ഇതിന്റെ ഹിഞ്ചസ് പറഞ്ഞാൽ നിങ്ങൾ ഇത് തുറക്കുന്ന ആ ഒരു ഹിഞ്ചസും ഇതുമൊക്കെ ഭയങ്കര വീക്കായിട്ടൊക്കെ എനിക്ക് ഇവിടെ തോന്നിയിട്ടൊക്കെ ഉണ്ട്. ആ ടോപ്പ് പാർട്ട് ഇപ്പൊ പോകാനുള്ള ചാൻസസ് ഒക്കെ എനിക്ക് ഇവിടെ കാണും. ഇതിന്റെ ഹിഞ്ചസ് ഒക്കെ വീക്കായിട്ടൊക്കെ തോന്നിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ആ എയർഡോപ്സ് ആ കേസിന്റെ താഴെ വീഴുമോ എന്ന് എനിക്ക് ഒരു പേടി. അതിന്റെ റീസൺ ആണ് ഇതിനകത്ത് നല്ല സ്ട്രോങ് മാഗ്നറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊന്നും താഴെ പോകുന്നില്ല. പക്ഷെ അതിന്റെ ഒരു ഹിഞ്ചസ് ആണ് എനിക്ക് ഇവിടെ വീക്കായിട്ട് തോന്നിയിരിക്കുന്നത്. പിന്നെ ബോക്സിൽ നിങ്ങൾക്ക് വേറെ ഡോക്യുമെന്റേഷൻസ് ഒക്കെ വരുന്നൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് സിയുടെ ഒക്കെ ചാർജറും ഇതുമൊക്കെ വരുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ എനിക്കിത് ടൈപ്പ് സി ആയിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല. പറഞ്ഞാൽ ഈ കേസിന്റെ താഴെ ഉള്ള ആ ഒരു പോർട്ട് എനിക്ക് ടൈപ്പ് സി ആണെന്നൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ വെച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അതൊക്കെ കയറുമെന്ന്. ഇനി ഇവിടെ നിങ്ങൾക്ക് പല ഡോക്യുമെന്റേഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് പല പ്രേമലേഖനമൊക്കെ ഉണ്ട്. പ്രേമലേഖനം എന്ന് വെച്ചാൽ ഡോക്യുമെന്റേഷൻസ്, സ്റ്റിക്കേഴ്സ്, പിന്നെ ഈ ബോട്ടിന്റെ തന്നെ പല സംഭവങ്ങളും പല ചരിത്രങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഓവറോൾ നിങ്ങൾക്ക് ബോക്സിലൊക്കെ വരുന്നുണ്ട്. ബോക്സിന്റെ ഈ പാക്കേജിങ് നിങ്ങൾ ഈ വിലക്കൊക്കെ നോക്കുകയാണെങ്കിൽ നല്ലതാണ്. നിങ്ങൾക്ക് ഇവിടെ ചാർജറെങ്കിലൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്, ആ ഒരു കേബിളെങ്കിലും ഒക്കെ ഉണ്ട്. പിന്നെ ഓവറോൾ നിങ്ങൾ ഈ ബോട്ടിന്റെ എയർഡോപ്സ് 131 Pro നോക്കുവാണെങ്കിൽ നല്ല നിങ്ങൾക്ക് സൗണ്ട് ക്വാളിറ്റി ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാനൊക്കെ സാധിക്കും. നിങ്ങൾ ഇപ്പം ട്രെബിൾ നോക്കുവാണ്, ഇപ്പൊ ബേസ് നോക്കുവാണ്, നല്ലതൊക്കെയാണ്. പിന്നെ പക്ഷെ ഒരു ഡൗൺ സൈഡ് എന്ന് വെച്ചാൽ ഇതിന്റെ മൈക്ക് ക്വാളിറ്റി ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ നല്ല മൈക്ക് ക്വാളിറ്റി ഒന്നും എക്സ്പെക്ട് ഒന്നും ചെയ്യാൻ പാടില്ല. നിങ്ങളിപ്പോ കോൾസ് ചെയ്യാണ്, വീഡിയോ കോൾസ് ചെയ്യാണ്, നിങ്ങൾക്ക് ഒരു അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ വേറെ സൈഡില് ഇപ്പം നിൽക്കുന്ന ആൾക്കാരൊന്നും കേൾക്കാനായെന്ന് വന്നേക്കില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഇഷ്യൂസ് ഉണ്ട്. വീഡിയോസ് ഒക്കെ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഈ ഒരു എയർഡോപ്സിന്റെ മൈക്ക് വെച്ചിട്ടൊന്നും ചെയ്യരുത്. അപ്പൊ അതിന്റെ റീസൺ ആണ് മോശം മൈക്ക് ക്വാളിറ്റി ഒക്കെയാണ്. മൈക്ക് ക്വാളിറ്റി ഒരു ശകലം ഒരു ഡൗൺ ഗ്രേഡ് ഒക്കെയാണ്, ബാക്കിയെല്ലാം ഇതിന്റെ നല്ലതൊക്കെയാണ്. പിന്നെ ഇതിന്റെ ഡൗൺ സൈഡ് ആണ് ഒന്നാമത്തെ മൈക്കും, പിന്നെ ഇതിന്റെ ആ ഒരു ഹിഞ്ച് പറഞ്ഞ ആ കേസിന്റെ ആ ഒരു ഹിഞ്ച്, ഇത് രണ്ടും ഉള്ളൂ ഇതിന്റെ ഒരു ഡൗൺ സൈഡ്. ബാക്കി ഈ ഒരു വിലക്ക് നിങ്ങൾ നോക്കുവാണെങ്കിൽ നല്ലൊരു എയർഡോപ്സ് ആണ് ഇവരിവിടെ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ലതൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റ്. ബാക്കി എനിക്ക് ഇതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. നിങ്ങൾക്ക് നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്, ഡ്രൈവേഴ്സ് ആണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു ഇഷ്യൂസ് ഒന്നും ഇല്ല. നല്ലോണം നിങ്ങളുടെ ചെവിയിലൊക്കെ ഫിറ്റ് ആവും. പിന്നെ ഇവിടെ ഒരു ബട്ടും ഇതൊക്കെ വരുന്നുണ്ട്. എയർപോർട്സ് പ്രോ ടൈപ്പ് ഒരു TWS ആണെന്ന് നമുക്കിവിടെ പറയാനൊക്കെ പറ്റും. എയർപോർട്സ് പ്രോയിനകത്ത് നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് ബട്ടൊക്കെ ഉണ്ട്. പിന്നെ അതിലും ഇതേപോലത്തെ കേസിന്റെ ഡിസൈൻ ഒക്കെയാണ് ഇപ്പം അതിലൊക്കെ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാനിത് ചേട്ടന് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഞാൻ മേടിച്ചിരിക്കുന്നത്. അപ്പൊ യൂട്യൂബിന്റെ ഒക്കെ വരുമാനത്തിൽ നിന്ന് ഞാനിത് മേടിച്ചതേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു സംഭവത്തെ പറ്റി? നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്തിട്ട് പറയാൻ പറ്റും. അപ്പൊ ഓവറോൾ ഇപ്പം നിങ്ങൾ ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ നല്ല ഒരു പ്രൊഡക്റ്റ് ഒക്കെയാണ്. അപ്പൊ ലോങ് ടേം റിവ്യൂ ഒക്കെ വേണമെങ്കിൽ ഞാൻ ചെയ്യാം. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ ഒക്കെ കമന്റ് ചെയ്യുക വേണമെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ചെയ്തേക്കാം. അപ്പൊ കൂടുതൽ ഇതുപോലത്തെ വീഡിയോസ് വേണ്ടി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.